വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ രണ്ടാമത്തെ കേസിലും തെളിവെടുപ്പ് പൂർത്തിയായി. അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫിന്റെയും ഭാര്യ സജിത ബീവിയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് കിളിമാനൂർ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. ചുള്ളാളത്തെ ലത്തീഫിന്റെ വീട്ടിലും സാധനങ്ങൾ വാങ്ങിയ കടകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടി പിടിച്ചപ്പോഴും വീണു. ഇവിടെ വീണു എന്റെ കയ്യിലാണ് വീണത്. എന്നിട്ട് ആ പിട കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത്. മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളുമില്ലാതെയാണ് അഫാൻ കൊലപാതക രീതി പോലീസിനോട് വിവരിച്ചത്. ലത്തീഫിനെയും സജിത ബീവിയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് സമീപത്തിരുന്ന സിഗരറ്റും വലിച്ചാണ് അഫാൻ വീട് വിട്ടിറങ്ങിയത്. ഇതിനിടെ ലത്തീഫിന്റെ മൊബൈൽ ഫോണും വീടിന്റെ താക്കോലും അഫാൻ കൈവശപ്പെടുത്തിയിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ വീടിന് 200 മീറ്റർ അപ്പുറത്തായി റോഡ് വശത്ത് ഇവ ഉപേക്ഷിക്കുകയും ചെയ്തു. അഫാനുമായുള്ള തെളിവെടുപ്പിനിടെ ഈ സാധനങ്ങളും പോലീസ് കണ്ടെടുത്തു. കിളിമാനൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് പോയത് പേരുമലയിലെ അഫാന്റെ വീട്ടിലേക്കാണ്. 10 മിനിറ്റോളം അവിടെ തെളിവെടുപ്പ് നടത്തിയ പോലീസ് അഫാൻ എതിരാളികളെ ആക്രമിക്കാനായി വാങ്ങി കരുതിയിരുന്ന 1 കിലോയോളം വരുന്ന മുളക് പൊടിയും കണ്ടെത്തി. തുടർന്ന് മുളക് പൊടി, സിഗരറ്റ്, എലിവിഷം, ചുറ്റിക, പെപ്സി, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അഫാൻ നിലവിലുള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കി നാളെ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. തുടർന്നുള്ള 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വെഞ്ഞാറമൂട് പോലീസ്. നെല്ലൈ മുരുകനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.